നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് വധശിക്ഷ റദ്ദാക്കാനുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബവുമായി സംസാരിച്ച ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും വരുന്നുണ്ട്. പ്രജിൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇതിൽ ഒരു വിഭാഗം ആളുകൾ, അത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടുത്തെ ഈ പോസ്റ്റുകളിൽ പോയിട്ട് അറബിയിൽ തർജ്ജമ ചെയ്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്, അല്ലെങ്കിൽ കമന്റുകൾ ഇടുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതല്ല, സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ആരും അത്തരം വിഷയങ്ങളിലേക്ക് പോകാത്തത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിനു മുൻപ് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് ഈ വിഷയത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസവും നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ശുഭസൂചനകൾ ഈ വിഷയത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ നല്ല ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ വധശിക്ഷ താൽക്കാലികം അല്ലെങ്കിൽ വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനം ആ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് സംസാരിച്ച പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രധാനമായിട്ടും ഈ സഹോദരന്റെ പേര് ഉയർത്തി കാണിക്കുകയും സഹോദരന്റെ പ്രതിഷേധവും ഒരു ഭാഗത്ത് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഈ വിഷയത്തിൽ ഈ തലാലിന്റെ അനന്തരാവകാശികൾ, അതുപോലെ തന്നെ ഉമ്മ ഉപ്പ, ഇവരുടെ സമ്മതവും അതുപോലെ തന്നെ ഇവരുടെ ഒപ്പുമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്. ഇവരുടെ സമ്മതമുണ്ടെങ്കിൽ ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ തുടരുമ്പോഴും ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും ഈ വിഷയങ്ങളെ ഒന്നും തന്നെ വകവെക്കാതെ ഈ കുടുംബവുമായിട്ട് നേരിട്ട് സംസാരിക്കാനാണ് അവർ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആ കുടുംബവുമായിട്ട് സംസാരിക്കാൻ ഈ സൂഫി പണ്ഡിതർക്ക് സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കാൻ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും അത്തരം വിശദാംശങ്ങളാണ് നമുക്ക് നൽകുകയും ചെയ്യുന്നത്.